സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാനൊരു വലിയ സദസ്സ് സംഘടിപ്പിക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ദുആ ചെയ്യുമ്പോൾ പല ആളുകളും പല ആവശ്യങ്ങളും പറഞ്ഞ് ദുആ ചെയ്യണമെന്ന് പറയും. അപ്പൊ 20 ആളുകൾ എന്നോട് ദുആ ചെയ്യാൻ പറയുകയാണ്. അതിൽ 2-3 ആളുകളുടെ കാര്യങ്ങൾ ഉടനെ തന്നെ സാധ്യമാവുകയാണ്. അതായത് അവർക്കത് ലഭിക്കുകയാണ്, അല്ലെങ്കിൽ അവരെന്താണോ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അത് അവർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ 3 ആളുകൾക്ക് അത് സാധ്യമായിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അവർ എന്നോട് വന്ന് പറയും, ഞങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ ആ കാര്യം സാധ്യമായിട്ടുണ്ട്. എന്നാൽ ഞാൻ അത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്ന ഒരു രീതി അത് വലിയ അപകടകരമാണ്. നമ്മൾ ദുആ ചെയ്തു, അതിപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് മാർക്കറ്റ് ചെയ്യുന്ന രീതി, ഒരു സ്വാഭാവികമായും ഒരു കാര്യം ഇപ്പോൾ സ്ഥാപനത്തിന് വേണ്ടി ഒക്കെ സംഭാവന ചെയ്യുമ്പോൾ അത് കൂടുതൽ ആളുകൾ സ്ഥാപനത്തിനെ സഹായിക്കാനും ദീനിനെ സഹായിക്കാനുമുള്ള മസ്ലഹത്തുണ്ട് എങ്കിൽ, അങ്ങനെ നമ്മൾ ദുആ ചെയ്തിരുന്നു, അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടെയും മസ്ലഹത്തോടു കൂടെയും ആണെങ്കിൽ അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നിലേക്ക് ആളുകൾ വരണം, അങ്ങനെ അതൊരു മാർക്കറ്റിംഗ് രീതിയായി സ്വീകരിക്കുന്നത് വലിയ അപകടം തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഈ 3 ആളുകൾ സ്വാഭാവികമായും പറയും. ആ പറയുന്ന 3 ആളുകളെ